ഇന്നത്തെ സഞ്ചാരിക്ക് ആവശ്യം ജീവിതമാണ് കാണേണ്ടത്. ജീവിതം കാണണമെങ്കിൽ, വ്യത്യസ്തമായ ജീവിതം കാണണമെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലുണ്ട്. ടൂറിസം നാളെയുടെ ഒരു വാഗ്ദാനമാണെന്നോ ഒരു മാന്യമായ ഒരു വ്യവസായമോ തൊഴിലോ ആണെന്നോ സമ്മതിച്ചിരുന്ന ഒരു കാലമല്ല. ആ മാർക്കറ്റിങ്, വിൽപ്പന എന്നതൊക്കെ അശ്ലീല പദങ്ങളായിരുന്നു അടുത്ത കാലം വരെ. ഞാൻ മറന്നുകൊണ്ടല്ലത് പറയുന്നത്. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും യുണീക്കായ ടൂറിസം അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു നാട് തന്നെയാണ് കേരളം. 3 ദിവസത്തേക്ക് മൂന്നാറിൽ ചെല്ലുന്ന നമുക്ക് മൂന്നാർ ഒരു സ്വർഗ്ഗലോകമാണ്. അവിടെ സ്ഥിരം ജീവിക്കുന്ന ആൾക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ഇതുതന്നെയാണ് ടൂറിസത്തിൻ്റെ അടിസ്ഥാന ചിന്ത. അദ്ദേഹം എൻ്റെ അടുത്ത് അഭിമാനത്തോടെ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് പറ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാരുടെ പേര് പറ, അവരുടെയൊക്കെ വായിലിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പല്ല് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണെന്നാണ്. ഈ ബിസിനസ് സ്കൂളുകളിലെല്ലാം പഠിപ്പിച്ചു വിടുന്നത് സംരംഭകരാകാനല്ല, സംരംഭങ്ങളിലെ ജോലിക്കാരാകാനുള്ളതാണ് വൈരുദ്ധ്യം. അവരെ സംരംഭകരാക്കാൻ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യം. സംരംഭകനാകാൻ ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. കൊച്ചി മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ് യാത്ര ചെയ്യുന്ന മനോഭാവത്തിലല്ല യാത്ര ചെയ്യുന്നത്. നാണയം കൊണ്ട് നിങ്ങളുടെ പേര് എഴുതിയിടുന്നില്ല. എന്താണ് വ്യത്യാസം? അപ്പോൾ ആംബിയൻസ് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആംബിയൻസ് നന്നാക്കാൻ ആര് മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ആംബിയൻസ് നന്നാക്കാൻ ആർക്കും മുന്നിട്ടിറങ്ങാമെന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവണം. ആ ഓരോ വ്യക്തിയും സ്വന്തം സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം പുരയിടത്തിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കിയിട്ടാൽ കേരളത്തിലെ എല്ലാ റോഡിൻ്റെയും വഴിയോരങ്ങൾ വൃത്തിയായിട്ടുണ്ടാവും. കേരള സഞ്ചാരം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സഞ്ചാര സാധ്യതകൾ എന്നാണോ, കേരളത്തിലേക്കുള്ള സഞ്ചാര സാധ്യതകൾ എന്നാണോ, കേരളീയരുടെ സഞ്ചാര സാധ്യതകൾ എന്നാണോ, ഏത് രീതിയിലും നമുക്ക് സംസാരിക്കാവുന്ന വലിയൊരു വിഷയമാണിത്. എൻ്റെ സഞ്ചാര കഥകളും യാത്രാനുഭവങ്ങളും ഒക്കെ നിരന്തരം നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും അവസാനത്തെ യാത്രകൾ പോലും ഇപ്പോൾ സംപ്രേഷണം ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ 97 യാത്ര മുതൽ ഞാൻ നിരന്തരം ആ പരിപാടികളിൽ സഞ്ചാരത്തിൻ്റെ ഓരോ എപ്പിസോഡിലും പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ നമ്മുടെ നാടിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ്. ആദ്യകാലത്ത് അത് പറയുമ്പോൾ പലരും 97 സഞ്ചാരം ആരംഭിച്ച് 2001 ഈ കാര്യം പറയുമ്പോൾ അന്ന് കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ടൂറിസം നാളെയുടെ ഒരു വാഗ്ദാനമാണെന്നോ ഒരു മാന്യമായ ഒരു വ്യവസായമോ തൊഴിലോ ആണെന്നോ സമ്മതിച്ചിരുന്ന ഒരു കാലമല്ല. നിങ്ങൾ ചിലരൊക്കെ അത് ഓർക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത്തരം ആശയം അവതരിപ്പിക്കുമ്പോൾ ആളുകൾ അന്ന് പറഞ്ഞിരുന്നു, ഇയാൾ നാട് കാണിച്ചാൽ മതി, അധികം ഉപദേശമൊന്നും വേണ്ടെന്ന്. അത് നിരന്തരം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആളുകൾ എന്നെ പല പരിപാടിക്കും വിളിക്കുന്നതും പല മാധ്യമങ്ങളും എന്നെ സമീപിക്കുന്നതും എങ്ങനെ ലോക നിലവാരത്തിൽ നമ്മുടെ കേരളത്തിലെ ടൂറിസത്തെ മാറ്റാം എന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ആശയങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ മനോഭാവം തലമുറ മാറിയപ്പോൾ, ലോകമെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്നും കേരളത്തിലെ ടൂറിസം വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രം നടപ്പാക്കുകയും ചെയ്ത അവസ്ഥയിലാണ്. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പദ്ധതികളിടുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ലോകത്തെ സമാനമായ സാഹചര്യങ്ങളിൽ എത്തിയ ഉയരങ്ങളിലേക്ക് നമുക്കിനിയും എത്താനുണ്ട്. കാരണം നമ്മുടെ സാധ്യതകൾ അനന്തമാണ്. കേരളത്തിൽ നമ്മൾ ടൂറിസത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരു തായ്ലൻഡിനെയല്ല മാതൃകയാക്കുന്നത്. നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ, ദുബായിയുടെ ഒരു മിന്നുന്ന തിളങ്ങുന്ന ഒരു ടൂറിസത്തെയല്ല നമ്മൾ മാതൃകയാക്കുന്നത്. തുർക്കിയുടെ ഒരു ടൂറിസം മാതൃകയല്ല നമുക്ക് വേണ്ടത്. കേരളമെന്ന ഭൂപ്രദേശത്തിൻ്റെ സംസ്കാരത്തെ, കേരളത്തിൻ്റെ ജീവിത രീതിയെ, കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യത്തെ, കേരളത്തിൻ്റെ കലാരൂപങ്ങളെ, കേരളത്തിൻ്റെ ആർക്കിടെക്ചറിനെ, പരമ്പരാഗത ശീലങ്ങളെ, ഇതിനെയൊക്കെ ലോകത്തിന് എവിടെയും
വിൽക്കാൻ കഴിയുന്ന, മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന, ആ മാർക്കറ്റിങ്, വിൽപ്പന എന്നതൊക്കെ അശ്ലീല പദങ്ങളായിരുന്നു അടുത്ത കാലം വരെ എന്ന് ഞാൻ മറന്നുകൊണ്ടല്ലത് പറയുന്നത്. പക്ഷേ അതാണ് വാസ്തവമെന്ന് നമ്മൾ ഇക്കാലത്ത് തിരിച്ചറിയുന്നുണ്ട്. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും യുണീക്കായ ടൂറിസം അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു നാട് തന്നെയാണ് കേരളം. കാരണം ഇത്തരത്തിലുള്ള ജീവിത രീതി, കാരണം ടൂറിസം നമുക്കറിയാം, ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ, നിങ്ങൾ ട്രാവൽ വീഡിയോകൾ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളൊക്കെ. അതിൽ വന്ന പ്രകടമായൊരു മാറ്റം, ഞാൻ സഞ്ചാരവും തുടങ്ങുന്ന കാലത്ത് ആളുകൾ ഞാൻ കാണിച്ചിരുന്നത് കൂടുതലും ലോകാത്ഭുതങ്ങളോ മനുഷ്യൻ്റെ നിർമ്മിതികളുടെ വൈഭവമൊക്കെ ആയിരുന്നു. ഒരു നഗരത്തിലേക്ക് ചെന്നാൽ റോമാ നഗരത്തിലെ തകർന്നു വീണ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ 2000 വർഷത്തിൻ്റെ ചരിത്രമുള്ള റോമൻ ഫോറം, കൊളോസിയം, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത നിർമ്മിതികളിലൂടെയാണ് ക്യാമറയുമായിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും ആ വഴികളിലൂടെ ആ കാഴ്ചകളുമായി ക്യാമറയായി സഞ്ചരിക്കുമ്പോൾ ആളുകൾ നിങ്ങൾ റോമിൻ്റെ ജീവിതം കാണിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് ഇന്നത്തെ സഞ്ചാരിക്ക് ആവശ്യം ജീവിതമാണ് കാണേണ്ടത്. ജീവിതം കാണണമെങ്കിൽ, വ്യത്യസ്തമായ ജീവിതം കാണണമെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലുണ്ട്. ഇത് ലോകത്തിൻ്റെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ സാധാരണക്കാരുടെ ജീവിതമൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് അത്ഭുതങ്ങളാണ്. നമുക്ക് അത്ഭുതമല്ല, കാരണം നമ്മൾ ആ അത്ഭുതത്തിലാണ് ജനിച്ചു വളർന്നത്. മൂന്നാറിലെ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളിക്ക് മൂന്നാറിൻ്റെ ആ പ്രകൃതി രമണീയത അത്ഭുതമായി തോന്നണമെന്നില്ല. അവൻ ആ തേയിലത്തോട്ടത്തിൻ്റെ ലായകത്തിൽ ജനിച്ചു വളർന്ന് ആ പരിസരത്തിൽ ജീവിച്ച ഒരാളാണ്. അവൻ്റെ സ്വപ്നം എപ്പോഴും ആ തേയിലത്തോട്ടം ഉപേക്ഷിച്ച് എങ്ങനെ എറണാകുളം നഗരത്തിലേക്ക് കുടിയേറാമെന്നും മറ്റൊരു തൊഴിൽ സാധ്യത നേടാമെന്നുമായിരിക്കാം. പക്ഷേ 3 ദിവസത്തേക്ക് മൂന്നാറിൽ ചെല്ലുന്ന നമുക്ക്, അല്ലെ മൂന്നാറിൽ പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക്, മൂന്നാർ ഒരു സ്വർഗ്ഗലോകമാണ്. അവിടെ സ്ഥിരം ജീവിക്കുന്ന ആൾക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ഇതുതന്നെയാണ് ടൂറിസത്തിൻ്റെ അടിസ്ഥാന ചിന്ത. നമ്മൾക്ക് കേരളത്തിൽ അത്ഭുതങ്ങൾ തോന്നാത്തത് നമ്മളിവിടെ തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ചെറിയ 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 കാര്യങ്ങൾ പോലും അത്ഭുതങ്ങളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങളിൽ വിചിത്രങ്ങളായ പല ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമായിരുന്നു. ഇന്നത് പലപ്പോഴും നമുക്കറിയില്ലാത്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ പഴയ തലമുറക്കാർക്കറിയാം, പന, വലിയ പന, ആ പനയുടെ കാമ്പ് വെട്ടി അറഞ്ഞ് അതിൻ്റെ നൂറ് കലക്കിയെടുത്ത് പനങ്കഞ്ഞി എന്നൊരു വിഭവം ഉണ്ടാക്കുമായിരുന്നു. ഏതാണ്ട് ഒരു പുഡിങ് പോലൊരു വസ്തു. ഞാൻ നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാരോട്, കേരളത്തിലെ റിസോർട്ടുകൾ നടത്തുന്ന ആളോട് ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾക്ക് ഗംഭീരമായ ഒരു പ്രോഡക്റ്റാക്കി അവതരിപ്പിക്കാവുന്ന ഒന്നാണിത്. തലേന്ന് വൈകുന്നേരം ടൂറിസ്റ്റുകളെത്തുമ്പോൾ, ഗസ്റ്റുകളെത്തുമ്പോൾ ആ റിസപ്ഷനിൽ ഒരു പനയുടെ തടി അവിടെ വെച്ചിട്ട് അതിലൊരു ബോർഡ് വെക്കണം. നാളെ രാവിലത്തെ നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഇതായിരിക്കും. ഇതെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് രൂപപ്പെടുന്നു എന്ന് കാണാൻ പുലർച്ചെ 5 മണിക്ക് ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷനുണ്ട്. അതിന് വേണമെങ്കിൽ ഫീസും വെക്കാം. ഈ ടൂറിസ്റ്റുകൾ, ഈ ഗസ്റ്റുകൾ അത് കാണാൻ വരും. കാരണം ഈ മരത്തടി എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നു എന്ന് കാണാൻ, അതെങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റായി മാറുന്നതെന്ന് കാണാൻ, ആ പ്രോസസ്സ് കാണിക്കുകയും ഒരു 8 മണി 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊരു പുഡിങ് പരുവത്തിൽ അവരുടെ പ്രഭാത ഭക്ഷണമായിട്ട് മേശയിലെത്തുകയും ചെയ്യുമ്പോൾ എനിക്കറിയാം, ഉറപ്പുണ്ട്, ഈ അന്യനാടുകളിൽ നിന്ന് വന്നവരെല്ലാം ആ ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് വേണ്ടി അവർ ചോദിക്കുന്ന പണം കൊടുത്ത് അത് വാങ്ങും. അത് കഴിച്ചിട്ട് വാവ്, വണ്ടർഫുൾ എന്ന് പറയുകയും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ, അവരുടെ ഫേസ്ബുക്കിലൂടെ, അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവരുടെ നാട്ടിലെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഉറങ്ങിക്കിടക്കുന്നൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഇത്തരം അത്ഭുതങ്ങളിലൂടെ നമ്മുടെ സഞ്ചാരികളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, നമ്മൾ പരിഗണിക്കാതെ പോയ വിസ്മരിച്ച അത്ഭുതങ്ങളിലൂടെ നമുക്ക് സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞാൽ, ടൂറിസം എന്നത് ഓരോ ഗ്രാമീണൻ്റെയും ഉപജീവന മാർഗമായിട്ട് മാറും. ഓരോ ഗ്രാമീണൻ്റെയും ഒരു ഭാവി സാധ്യതയായിട്ട് മാറും. അതല്ലാതെ കേരളത്തിലെ ഏതാനും അല്ലെങ്കിൽ കുറേ റിസോർട്ടുകളുടെ ടൂർ ഓപ്പറേറ്റർമാരുടെ മാത്രം ഇൻഡസ്ട്രിയാണ് എന്നതിൽ നിന്ന് മാറുമ്പോഴാണ് കേരള ടൂറിസം കേരളത്തിൻ്റെ ടൂറിസം ആകുന്നത്. അപ്പോൾ അത്തരം വലിയ വലിയ ആശയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ നമ്മൾ ആരംഭിച്ചതും വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നതും. പക്ഷേ ഇനിയും നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങൾക്കും സാധ്യതയുണ്ട്. നമ്മുടെ ധാരണയിൽ മലമുകളിലെ ഗ്രാമങ്ങൾക്ക്, തീരദേശത്തെ ഗ്രാമങ്ങൾക്ക്, കായൽ തീരത്തെ ഗ്രാമങ്ങൾക്ക് മാത്രമാണ് ഈ സാധ്യത എന്നാണ്. അല്ല, ഏത് ഉൾനാട്ടിലെയും ഒരു ഗ്രാമത്തിൽ വ്യത്യസ്തമായ ഇത്തരമൊരു അനുഭവം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ,
വൃത്തിയുള്ള ഒരു മുറി വീടിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു ടൂറിസം ഓൺട്രപ്രണറാണ്. ടൂറിസത്തിൻ്റെ സാധ്യതകളുടെ പങ്കുപറ്റുന്ന ഒരാളായി മാറും. ഇതാണ് കേരളത്തിൻ്റെ സാധ്യത. അപ്പോൾ ഞാൻ ഏകപക്ഷീയമായ ഒരു പ്രഭാഷണം നടത്തുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ടൊരു ആശയവിനിമയം നടത്താം. മിനിസ്റ്റർ വരുന്നത് വരെയുള്ള ഒരു ഇൻട്രാക്ഷൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതിനു വേണ്ട മൈക്രോഫോൺ ഒന്ന് കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും വലിയ സഞ്ചാരിയായ ഒരു പക്ഷേ സ്പേസിലേക്ക് പോകാൻ ഉറച്ച ഒരാളെന്നുള്ള നിലയിൽ താങ്കളുടെ ഇത്രയും നീണ്ട സഞ്ചാര ചരിത്രത്തിൽ ഏറ്റവും വലിയ എൻ്റർപ്രനോറിയൽ ഹബ്ബെന്ന് പറയാവുന്ന രാജ്യം ഏതാണ്? ലോകത്ത് വിവിധ രാജ്യങ്ങൾ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം, സാമ്പത്തിക ശക്തികളായി ഇന്ന് നമ്മൾ ലോകത്ത് പരിഗണിക്കുന്ന എല്ലാ രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് സാമ്പത്തിക ശക്തികളായത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാണ് നമ്മൾ കരുതുന്നു. അവരെങ്ങനെയാണ് സാമ്പത്തിക ശക്തിയായത്? ഓൺട്രപ്രണോറിയൽ എബിലിറ്റിയെ വേണ്ടത്ര അവർ പ്രോത്സാഹിപ്പിച്ചു. അതാണ് അവരുടെ ശക്തി. ഇപ്പോൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, അതായത് നമുക്ക് ആ ഉപകരണമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സേവനമില്ലെങ്കിൽ ജീവിതം ഒരു മിനിറ്റ് പോലും മുമ്പോട്ട് പോവില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എവിടുന്ന് വന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പോലും പലരുടെയും കൈകളിലിരിക്കുന്ന ആ മൊബൈൽ ഫോണിൻ്റെ ആ ലോകത്താണ് ഇരിക്കുന്നത്. അതിലൂടെ വാട്സപ്പിൽ വരുന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഷെയർ ചെയ്തൊരു ഫോട്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ്, ഇതൊക്കെ ദൈനംദിന ജീവിതത്തെ നിമിഷം തോറും നമ്മളെ സ്വാധീനിക്കുകയാണ്. ഇതിനെയൊക്കെ ലോകം കീഴടക്കാൻ മട്ടിൽ വളർത്തിവിടുന്ന രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത്. അവരുടെ ഓൺട്രപ്രണേഴ്സ്, മാർക്ക് സക്കർബർഗ് എന്നോ എലോൺ മസ്ക് എന്നോ ഒക്കെ പേര് നമ്മൾ വിളിക്കുന്നതേ ഉള്ളൂ. അവരൊക്കെ എങ്ങനെ വലിയ കോർപ്പറേറ്റുകളായി മാറി എന്ന് ചിന്തിച്ചാൽ മതി. അവരാണ് ഇന്ന് ലോകത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മളെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറുന്നത്. ഇതേപോലെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് അത്തരത്തിലാണ് അബുദാബി പോലുള്ള സ്ഥലങ്ങൾ, ദുബായ് ഗവൺമെൻറ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സിംഗപ്പൂർ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തിനേറെ ഇന്ത്യയും ആ മട്ടിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ പാതയിലാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അടുത്ത വർഷങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയുടേതായി മാറുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. സിലിക്കൺ വേലിയുടെ ക്ലോണായിട്ട് താങ്കൾ കാണുന്നത് എവിടെയാണ്? ഏതൊക്കെ രാജ്യങ്ങൾ? എനിക്ക് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അല്ല, സിലിക്കൺ വേലിയുടെ കാർബൺ കോപ്പികളായിട്ട് താങ്കൾ വിഷ്വലൈസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഗഹനമായ പഠനം നടത്തിയിട്ടില്ല ഒരു പ്രത്യേക വിഷയത്തിൽ. എന്തായാലും മലയാളിയെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച, ഞങ്ങളുടെയൊക്കെ ബാങ്കിലെ പൈസയൊന്ന് പുറത്തേക്ക് എടുക്കാൻ പ്രേരിപ്പിച്ച സന്തോഷ് ജോർജ് കുളങ്ങര ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ്. സന്തോഷം. എനിക്കത് സാറിനോടൊരു ചോദ്യം ചോദിക്കണം. സാറിപ്പം പുതുതായിട്ട് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ ട്രാവൽസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ടൂറിസ്റ്റുകൾ കൊണ്ടുപോകുന്ന സിറ്റികൾ മാത്രമല്ല, അത് റിമോട്ട് ഏരിയയിൽ സാറ് കൊണ്ടുപോകുമോ? സാറ് കൊണ്ടുപോയി ആസ്വദിച്ച ഗ്രാമങ്ങളുണ്ട്, അതൊക്കെ കണ്ട് ആവേശം കൊണ്ടിട്ടാണ് ഞാനിപ്പം 43 രാജ്യങ്ങളിൽ പോയി. പക്ഷേ എല്ലാ ടൂറിസ്റ്റുകളും മെയിൻ സിറ്റീസ് മാത്രം കാണിക്കുന്നു. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ വില്ലേജ് ലൈഫ്. അങ്ങനെയുള്ള ടൂറിസമാണോ സാറ് ചെയ്യുന്നത്? ഇതിൽ ഞാൻ ശരിയാണ്, അടുത്ത കാലത്ത് എൻ്റെ പ്രേക്ഷകരെ അവരെ ടെലിവിഷൻ്റെ ഒരു സ്ക്രീനിൽ കൂടെ മാത്രം ലോകം കാണിച്ചാൽ പോരാ, അതിസാധാരണക്കാരായ ആളുകൾക്കും ലോകം കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്ന ചിന്തയോടുകൂടി ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം ഏറ്റവും ചെറിയ പൈസ കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സ്ഥിരമായ കുറേ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നവരെ ആയിട്ട് ഒരു യാത്രകൾ മാസത്തിലൊന്ന് ഇപ്പം നടത്തുന്നുണ്ട്. അതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിലേക്കൊരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഉൾനാടുകളൊക്കെ ഉൾപ്പെടുത്താമെങ്കിലും അവരിലെല്ലാവർക്കും മോസ്കോ എന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ലെനിനെ അവിടെ സംരക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുസോളിയം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, ക്രെംലിൻ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുപ്രധാനമായ പട്ടണങ്ങൾ ഒഴിവാക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം പോകുന്ന ആളുകൾക്ക് അവരുടെ ഒരു ഫോട്ടോ ആയി അവരുടെ ഒരു സെൽഫി എടുക്കേണ്ടത് ഈ ക്രെംലിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്, ഉൾഗ്രാമത്തിൽ നിന്ന് മാത്രം പോരാ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ വലിയ ചരിത്ര സ്ഥലങ്ങളുടെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, യൂറോപ്പിലേക്കാണെങ്കിലും മറ്റ് നാടുകളിലേക്കാണെങ്കിലും ഒക്കെ പോകുമ്പോഴും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പോകുന്ന യാത്രകൾ തന്നെയാണ് എൻ്റെ സ്വപ്നം. അതിലേക്ക് ക്രമേണ ഈ ആളുകളൊക്കെ മാറി വരും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, ഞാനും കോട്ടയം ജില്ലക്കാരനാണ്. സാർ ഈ പറഞ്ഞ പോലെ പനം കുറുക്ക് കഴിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ചോദിക്കട്ടെ.
നമ്മളുടെ ടൂറിസത്തിൽ ഇപ്പോൾ നമ്മൾ ആധുനികമായ ടെക്നോളജികളും കാര്യങ്ങളും എല്ലാം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ടൂറിസത്തിൻ്റെ ബാലികേറ മല എന്നെനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളുടെ വൃത്തിഹീനതയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. പക്ഷേ വീട്ടിലോ ഓഫീസിലോ ഇത്രയും പ്രചാരണങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു ജോലി സ്ഥലത്തോ ഒരു മനുഷ്യനും അത് പ്രകടിപ്പിക്കുന്നില്ല, ചെയ്യുന്നില്ല, നമ്മുടെ ശീലമായി മാറുന്നില്ല. അതിന് ഒരു ശാശ്വത പരിഹാരം എന്നല്ല, അതിന് നമുക്ക് എങ്ങനെ അത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ പറ്റുമെന്ന് ഒരു ചോദ്യം. 2, പുതിയ എൻ്റർപ്രണർഷിപ്പ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ടൂറിസത്തിൻ്റെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താണ്? അത് 2 കാര്യത്തിനും താങ്ക് യു. നമ്മുടെ ഈ വൃത്തിയെക്കുറിച്ചുള്ള സങ്കല്പം റീഡിഫൈൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വൃത്തി എന്ന് പറഞ്ഞാൽ 2 നേരം കുളിക്കുകയും കൃത്യമായി പല്ല് തേക്കുകയും ചെയ്യുന്നതാണ് വൃത്തി. എന്നാൽ വൃത്തി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത്തരമൊരു ചടങ്ങ് വേണമെങ്കിൽ ഒരു സാധാരണ ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു ഹാളിൽ, എയർ കണ്ടീഷൻഡ് അല്ലാത്ത ഇത്ര ഫെസിലിറ്റി ഇല്ലാത്തവരിടത്ത് നടത്താം. എന്നാൽ ഈ ഒരു ആംബിയൻസിൽ ഈ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ മനോഭാവം മാറുന്നു, നമ്മളുടെ വീക്ഷണം മാറുന്നു, നമ്മളുടെ ചിന്തകൾ വേറൊരു തലത്തിലേക്ക് ഉയരുന്നു. നമ്മൾ തന്നെ കുറച്ചുകൂടെ ഭേദപ്പെട്ട, കുറച്ചുകൂടെ നിലവാരമുള്ള ആളുകളാണ് നമുക്ക് തോന്നുന്നു നമ്മൾ ഈ ഹാളിലിരിക്കുമ്പോൾ. ഇല്ലേ? ഉണ്ട്. ഇവിടെ ഇരുന്ന് നിങ്ങൾ ആ സൈഡിലേക്ക് തുപ്പണം എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ കയ്യിലുള്ള ഒരു കടലാസ് കഷ്ണം ചുരുട്ടി നിലത്തിടണം എന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്? ഈ ആംബിയൻസ് നിങ്ങളിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളിലൊരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിരിക്കുന്നത് മികച്ച ഒരു സ്ഥലത്താണ്, ഇവിടെ പെരുമാറേണ്ടതിന് ചില രീതികളുണ്ട്, ചില ചിട്ടകളുണ്ട് എന്ന്. ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ചാലയിലെ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന അതേ മത്സ്യം നിങ്ങൾക്ക് ലുലു മാളിൽ ചെന്നാലും കിട്ടും. എന്നാൽ ചാലയിലെ മാർക്കറ്റിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, ചാലയിലെ മാർക്കറ്റിൽ ഇപ്പോൾ മീനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ പോയിട്ട് കുറച്ചായി. 2 നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ അളവ് വ്യത്യാസമാണ്. അവിടെ ധരിക്കുന്ന വസ്ത്രം വ്യത്യാസമുണ്ട്, അവിടെ പെരുമാറുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം ഉണ്ടാക്കുന്നത്? ഒരാംബിയൻസ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നുണ്ട്, ഇല്ലേ? കൊച്ചി മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ് യാത്ര ചെയ്യുന്ന മനോഭാവത്തിലല്ല യാത്ര ചെയ്യുന്നത്. കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളതിൽ നാണയം കൊണ്ട് നിങ്ങളുടെ പേര് എഴുതിയിടുന്നില്ല. എന്താണ് വ്യത്യാസം? അപ്പോൾ ആംബിയൻസ് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആംബിയൻസ് നന്നാക്കാൻ ആര് മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് ചോദ്യം. ആംബിയൻസ് നന്നാക്കാൻ ആർക്കും മുന്നിട്ടിറങ്ങാമെന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവണം. അതായത് നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിലെ നമ്മൾ ഹൈവേകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ റോഡിൻ്റെ എല്ലാം വശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത് വൃത്തിയുണ്ടോ എന്ന്. വിദേശത്ത് നിന്ന് ഒരാൾ ആദ്യം കാണുന്ന എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുമ്പോൾ റോഡ് വശങ്ങൾ കണ്ടിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സംസ്കാരം എന്തെന്ന് തിരിച്ചറിയുന്നത്. അത് വളരെ പ്രകടമാണ്. നിങ്ങൾ സഞ്ചാരം കാണുമ്പോൾ തന്നെ ഒരു എയർപോർട്ടിൽ നിന്ന് ഞാനൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിരന്തരം ബാനറുകളും പോസ്റ്ററുകളും മാലിന്യ കൂമ്പാരങ്ങളും ഒരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ഇതൊരു നിലവാരം കെട്ട രാജ്യമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ നഗരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വിദേശി ആദ്യം ഈ രാജ്യത്തെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്കൊന്നറിയാം, ഈ വഴിയോരങ്ങളെല്ലാം, ആ വഴിയോരങ്ങളിലിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടേതാണ്. ആ ഓരോ വ്യക്തിയും സ്വന്തം സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം പുരയിടത്തിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കിയിട്ടാൽ കേരളത്തിലെ എല്ലാ റോഡിൻ്റെയും വഴിയോരങ്ങൾ വൃത്തിയായിട്ടുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയാൽ, നിങ്ങൾ കെട്ടിടം പണിയുമ്പോൾ നിരവധി ചട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മുകളിൽ വീഴുന്ന മഴവെള്ളം എങ്ങോട്ട് പോകണമെന്ന് വരെ നിങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നിൻ്റെ വീടിൻ്റെ അല്ലെ കെട്ടിടത്തിൻ്റെ, നീ പണിയാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ മുൻഭാഗം റോഡ് വരെയുള്ള ഭാഗം മനോഹരമായി സൗന്ദര്യവൽക്കരിച്ചിട്ടില്ലെങ്കിൽ അതിന് വർഷം തോറും ഇത്ര ഫൈൻ ഉണ്ടാകുമെന്നൊരു നിയമം കൂടെ ഉണ്ടാക്കിയാൽ ഓരോ മനുഷ്യനും അവനവൻ്റെ വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കിയിട്ടാൽ തന്നെ കേരളം മുഴുവൻ വൃത്തിയാവും. ലളിതമായ കാര്യങ്ങളിലൂടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണ് ചോദിച്ചത്? രണ്ടാമത്, ടൂറിസം ഓണ്ടർപ്രണേഴ്സ് എന്ത് ചെയ്യണം? ടൂറിസം എന്നല്ല, ഏത് ഓണ്ടർപ്രണർ ആവണമെങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പലപ്പോഴും വിചാരിക്കും ഞാനൊരു സംരംഭം അങ്ങ് തുടങ്ങിക്കളയാം, എൻ്റെ റിട്ടയർമെൻ്റ് ആകുകയാണ്, ഞാനൊരു ബിസിനസ് തുടങ്ങിയേക്കാം. അല്ല, നിങ്ങൾക്ക് പറ്റുന്നതല്ല. ഇതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുന്നത് ഒരാളൊരു സംരംഭം ആരംഭിച്ചു, പ്രതിസന്ധി മൂലം അയാൾ നിർത്തിപ്പോയി,
അയാൾക്കൊരു രക്തസാക്ഷി പരിവേഷം നൽകുകയാണ്. അയാൾ നിർത്തിപ്പോയെങ്കിൽ അത് അയാളുടെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും സംരംഭകനാകാൻ ജനിച്ചവരല്ല. സംരംഭകനാകാൻ വേണ്ട ചില സ്കില്ലുകളുണ്ട്, ചില വൈദഗ്ധ്യങ്ങളുണ്ട്, ചില മെയ്വഴക്കങ്ങളുണ്ട്, ചില തന്ത്രജ്ഞതയുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി വരെ ആകണമെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വൈദഗ്ധ്യം പോരാ. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു സംരംഭകനാകാൻ ജനിച്ചയാളല്ല. ഏറ്റവും നല്ല ന്യൂറോ സർജനാകാൻ നമ്മളാരും ജനിച്ചതല്ലാത്തതുപോലെ, ഏറ്റവും നല്ല ആർക്കിടെക്റ്റ് ആകാൻ നമ്മളാരും ജനിച്ചതല്ലാത്ത പോലെ, ഏറ്റവും നല്ല പാചക വിദഗ്ധനാകാൻ നമ്മളെല്ലാവരും ജനിച്ചതല്ലാത്തതുപോലെ, നല്ല സംരംഭകനാകാനും ചില സ്കില്ലുകൾ ആവശ്യമാണ്, ചില വൈദഗ്ധ്യങ്ങൾ ആവശ്യമാണ്, ജന്മസിദ്ധമായ ചില വാസനകൾ ആവശ്യമാണ്, നയചാതുരികൾ ആവശ്യമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള ബുദ്ധി, വൈഭവമൊക്കെ വേണം. ഇതുള്ളവരൊക്കെ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ ആയിരക്കണക്കിന് സ്വകാര്യ സംരംഭകരെയല്ലേ കാണുന്നത്? കേരളത്തിലെ ഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളും സേവനങ്ങളും നൽകുന്ന സ്വകാര്യ വ്യക്തികളല്ലേ അല്ലേ? റെസ്റ്റോറൻറ്റുകൾ മുതൽ എത്രയെത്ര ചെറിയ ചെറുകിട ഫാക്ടറികൾ മുതൽ ആയിരക്കണക്കിന് ആളുകളില്ലേ? അതിൽ പരാജയപ്പെട്ട കുറേ ആളുകളുണ്ടാവാം, പ്രതിസന്ധി നേരിട്ട കുറേ ആളുകളുണ്ടാവാം. പക്ഷേ അതിനെ അതിജീവിച്ച എത്രയോ ആളുകളുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി 5 or 6 പേര് ആ സ്ഥലത്ത് തന്നെ റെസ്റ്റോറൻറ്റ് നടത്തി പരാജയപ്പെട്ടിട്ട് 7ാമത് വരുന്ന ഒരാൾ എങ്ങനെയാണ് അവിടെ വിജയിപ്പിക്കുന്നതായി മാറുന്നത്? അവിടെ ഞാൻ തന്നെ സഫാരി ചാനലിലൂടെ എത്രയോ വിശിഷ്ട വ്യക്തികളെ ബിസിനസ്സിൽ സംരംഭങ്ങൾ നടത്തി വിജയിച്ച ആളുകളെ കാണിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ് ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്നത് മൂവാറ്റുപുഴയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഡെൻ്റൽ ലാബിനെ കുറിച്ചാണ്. ഏതാണ്ട് 4500 ആളുകൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം നടത്തുന്നത് 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഡെൻ്റൽ ലാബാണ്. അതായത് പല്ലിന്. അദ്ദേഹം എൻ്റെ അടുത്ത് അഭിമാനത്തോടെ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് പറ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാരുടെ പേര് പറ, അവരുടെയൊക്കെ വായിലിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പല്ല് ഞാനുണ്ടാക്കി കൊടുത്തതാണെന്ന്. അപ്പോൾ അത്ര അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മിക്കവാറും പേരുടെ പല്ല് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എത്ര സംരംഭങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ സംരംഭകനാകണമെങ്കിൽ, ടൂറിസത്തിലല്ല എവിടെയും ആകണമെങ്കിൽ അതിന് ചില വൈദഗ്ധ്യങ്ങൾ ആവശ്യമാണ്. ആ വൈദഗ്ധ്യമുള്ളവരെ വിജയിക്കുകയുള്ളൂ. അതിനെ ഒന്ന് തേച്ച് മിനുക്കിയെടുക്കാൻ ബിസിനസ് സ്കൂളുകൾക്ക് ചിലപ്പോൾ പറ്റിയേക്കാം. ഈ ബിസിനസ് സ്കൂളുകളിലെല്ലാം പഠിപ്പിച്ചു വിടുന്നത് സംരംഭകരാകാനല്ല, സംരംഭങ്ങളിലെ ജോലിക്കാരാകാനുള്ളതാണ് വൈരുദ്ധ്യം അല്ലേ? MBA പഠിച്ച ബഹുഭൂരിപക്ഷം പേരും സ്വയം സംരംഭകരാകുകയല്ല, ഏതെങ്കിലും ഒരു സംരംഭകൻ്റെ മാനേജരാകുകയോ അസിസ്റ്റൻറ്റ് മാനേജരാകുകയോ ചെയ്യുന്നത്. അവരെ സംരംഭകനാക്കാൻ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യം. സംരംഭകനാകാൻ ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. സംരംഭകത്വം ഉള്ളിലുള്ളൊരു വാസനയാണ്. ഒരു ചിത്രകാരനാകുന്നത് പോലെ, ഒരു കഥാകൃത്താകുന്നത് പോലെ, ഒരു കവിയാകുന്നത് പോലെ ഉള്ളിലെ വാസന കൊണ്ട് മാത്രമേ ഒരാൾക്ക് നല്ല സംരംഭകനാകാൻ കഴിയൂ. അതിനെ ഒന്ന് തേച്ച് മിനുക്കിയെടുക്കാനെന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം. എൻ്റെ പേര് PV രാധാകൃഷ്ണപിള്ള, ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ്. താങ്കളെപ്പോലെ ചെറിയ രീതിയിൽ 19 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ താങ്കളുടെ സഞ്ചാരങ്ങളിൽ കൂടി താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ താങ്കൾക്ക് എത്രമാത്രം അഡ്വാൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ പറ്റി ചോദിക്കാനാണ്. നമ്മൾ വിദേശികൾ കേരളത്തിലേക്ക് വരുമ്പോൾ നാട് കാണാനാണ് വരുന്നത്, ശരിയാണ്. അപ്പോൾ ഒരു വാദം കേട്ടു, മദ്യം കഴിക്കാനല്ല. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഒരു ബിയർ കിട്ടുന്ന സ്ഥലം അവർ അന്വേഷിക്കാറുണ്ടെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ അബ്കാരി നിയമം അതിനനുസരിച്ചല്ല രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റം വരുത്തണം എന്ന് താങ്കൾ പല പ്രാവശ്യം ഭംഗ്യാന്തരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ ഇവിടുത്തെ ടൂറിസം അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഭരണത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ടൂറിസത്തിൽ ഞാൻ ഒരു പ്ലാനിംഗ് ബോർഡ് മെമ്പർ മാത്രമാണ്. അവിടെ ആശയങ്ങൾ, നമസ്കാരം, ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം ആശയങ്ങളെല്ലാം അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ഓരോരോ ഘട്ടങ്ങളായിട്ട് നടപ്പായി വരും. പിന്നെ ചില പുതിയ ആശയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോയി ആ മാറ്റങ്ങൾക്ക് പോലും സാധ്യതയില്ലാത്ത മട്ടിലേക്ക് പെട്ടെന്ന് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും നമുക്കിഷ്ടമുള്ളൊരു വിഷയം, ഒരു കാര്യം നടക്കുക എന്നതിനേക്കാൾ അതിലെങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി വാർത്ത സൃഷ്ടിക്കാമെന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ആ വിവാദങ്ങൾ ഒഴിവായാൽ തന്നെ പല കാര്യങ്ങളും കുറച്ചുകൂടെ വേഗത്തിൽ, കുറച്ചുകൂടെ ഭംഗിയായി കേരളത്തിൽ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.